നമ്മുടെ ഭരണഘടന 1950 നിലവിൽ വരുമ്പോൾ 395 ആർട്ടിക്കിളുകളും 22 ഭാഗങ്ങളായി തരംതിരിച്ചിരുന്നു. അപ്പോൾ പ്രിയമ്പിൾ അഥവാ ആമുഖത്തെ പറ്റി നമ്മൾ ചെറുതായിട്ടൊന്ന് ഡിസ്കസ് ചെയ്യേണ്ടായി. ആ പ്രിയമ്പിളിൽ ചില വാക്കുകളുടെ അർത്ഥം നമ്മൾ നോക്കേണ്ടായി. അതിൽ വളരെ പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ടുള്ള വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ആദ്യത്തെ ഭാഗം അഥവാ ദ സോഴ്സ് ഓഫ് പവർ, പിന്നീട് വരുന്ന സ്റ്റേറ്റിൻ്റെ സ്വഭാവം അഥവാ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്, അതിനുശേഷം ഐഡിയൽസ് ആൻഡ് ആസ്പിറേഷൻസ് അഥവാ എങ്ങനെ ആയിരിക്കണം നമ്മുടെ ഭരണം അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റ് എങ്ങനെയായിരിക്കണം മുന്നോട്ട് പോകുന്നത്, എന്തായിരിക്കണം എല്ലാ ജനങ്ങൾക്കും ഈ ഭരണഘടനയിൽ നിന്നും പിന്നെ നമ്മുടെ ഭരണകർത്താക്കളിൽ നിന്നും കിട്ടേണ്ടത്, ഈ കാര്യങ്ങളുടെ ഒരു എന്താ പറയുക ഒരാകത്തുകയായിട്ടാണ് പ്രിയമ്പിളിലെ മൂന്നാമത്തെ ഭാഗം അഥവാ നമ്മുടെ ഐഡിയൽസ് ആൻഡ് ആസ്പിറേഷൻസ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട വാക്കുകളായിരുന്നു ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്, പിന്നീട് ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്, equality of status and opportunity, and to assure them among all fraternity, assuring the dignity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. അപ്പോൾ ഇതിൽ ഇവയൊക്കെ പ്രിയമ്പിളിൽ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും ഇവയൊക്കെ എങ്ങനെയാണ് നടപ്പിൽ വരുത്തുക? അപ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഈ പറഞ്ഞതുപോലെ ഇതിനുള്ള പ്രൊവിഷൻസ് കൊടുക്കാൻ പറ്റില്ല. നിയമപരമായിട്ട് തന്നെ വേണം ഇതിനുള്ള എന്തൊക്കെയാണോ ഇതിന് വേണ്ട ആക്ഷൻസ് അതൊക്കെ എടുക്കാൻ. അതായത് ഇപ്പോൾ ജസ്റ്റിസ്, അതായത് ഡിസ്ക്രിമിനേഷൻ ഇല്ലായ്മ, നീതി നടപ്പാക്കുക. അപ്പോൾ സോഷ്യൽ ജസ്റ്റിസ്, എക്കണോമിക് ജസ്റ്റിസ് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്, ഇവ എങ്ങനെയാണ് നടപ്പിലാക്കേണ്ടത് എന്നുള്ളത് ഓരോ കാലത്തെയും ഗവൺമെൻറ്റുകളുടെ അല്ലെങ്കിൽ നമ്മുടെ ഭരണത്തലവന്മാരുടെ ഭരണാധികാരം കൈയാളുന്ന, അതിപ്പോൾ പാർട്ടി ആയിക്കോട്ടെ അല്ലെങ്കിൽ ആയിക്കോട്ടെ, അവരാണ് അതിൻ്റെ വഴികളെപ്പറ്റി ആരായേണ്ടത്, അതെങ്ങനെ ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത്. പക്ഷെ ഭരണഘടന ഒരു കാര്യം ചെയ്യുന്നുണ്ട്. പാർട്ട് 4 അഥവാ നിർദ്ദേശക തത്വങ്ങൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി, രാഷ്ട്രനയ നിർദ്ദേശക തത്വങ്ങൾ എന്നറിയപ്പെടുന്നൊരു ഭാഗമുണ്ട്. അതിൽ ഭരണഘടന ചില കാര്യങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അതായത് ആർട്ടിക്കിൾ 36 മുതൽ ആർട്ടിക്കിൾ 51 വരെയാണ് ഈ പാർട്ട് 4 നിർദ്ദേശക തത്വങ്ങൾ എന്നറിയപ്പെടുന്ന ഈ ഭാഗം ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് കടമെടുത്തിട്ടുള്ളതാണ്. അതായത് ഇൻസ്പയർഡ് ആയിട്ടുള്ളതാണെന്നോ അല്ലെങ്കിൽ കടമെടുത്താണെന്നോ നമുക്ക് പറയാം. അപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 36 പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആർട്ടിക്കിൾ 13 അതേ കാര്യം തന്നെയാണ് 12 അത് തന്നെയാണ് ആർട്ടിക്കിൾ 36 പറയുന്നത്. ഡെഫിനേഷൻ ഓഫ് എ സ്റ്റേറ്റ് എന്നുള്ളത് കൊണ്ട് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഉദ്ദേശിക്കുന്നതെന്ന്, ഒരു നിയമം ഉണ്ടാക്കാൻ അധികാരമുള്ള ഏതൊരു എൻറ്റിറ്റിയെയും ഇന്ത്യയിൽ സ്റ്റേറ്റ് ആയിട്ടാണ് നിർവചിക്കുന്നത്. അതിപ്പോൾ യൂണിവേഴ്സിറ്റികളായിക്കോട്ടെ, കോളേജുകളായിക്കോട്ടെ, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിക്കോട്ടെ, സെൻട്രൽ ഗവൺമെൻറ് ആയിക്കോട്ടെ, അതൊക്കെയും സ്റ്റേറ്റിൻ്റെ നിർവചനത്തിൽ വരും. അത് ആർട്ടിക്കിൾ 12 അതായത് മൂന്നാം ഭാഗം പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ തുടക്കത്തിലുള്ള ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 12. ആ ആർട്ടിക്കിൾ 12ലും ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൻ്റെ തുടക്കത്തിലുള്ള ആർട്ടിക്കിളായിട്ടുള്ള ആർട്ടിക്കിൾ 36ലും സ്റ്റേറ്റിൻ്റെ ഡെഫിനേഷനാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ആർട്ടിക്കിൾ 37 വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് DPSPs അഥവാ എന്താണ് DPSPകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആർട്ടിക്കിൾ 37 പറയുന്ന പ്രകാരമാണ് DPSP എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ ഗൈഡ് ലൈൻസ് ഫോർ ദി ഗവർണൻസ് that the state is expected to apply in framing policies and passing laws. അതായത് ചില ഗൈഡ് ലൈൻസ് ആണ്. എന്തിനൊക്കെയുള്ള ഗൈഡ് ലൈൻസ് ആണ്? ഫണ്ടമെൻ്റൽ ഗൈഡ് ലൈൻസ്. എന്തിനൊക്കെ? പാസിംഗ് ലോസ് അഥവാ നിയമം നടപ്പിൽ വരുത്തുന്നതിന്, നിയമം പാസ്സാക്കുന്നതിന്. പിന്നെ ഫണ്ടമെൻ്റലിൻ്റെ ഗവർണൻസ്, അതായത് സദ്ഭരണം. ഗവർണൻസ് എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ അല്ല, സദ്ഭരണം. ഒരു വെൽഫെയർ സ്റ്റേറ്റ് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്. അപ്പോൾ ഒരു മൊത്തത്തിൽ നമ്മളിപ്പോൾ സ്റ്റേറ്റ് ഒരു
എന്തെങ്കിലും ഒരു നിയമം കൊണ്ടുവരികയാണ്, അല്ലെങ്കിൽ നിയമം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുകയാണ്. ആ നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന കാര്യം അതിൻ്റെ സബ്ജക്റ്റ് എന്ത് വേണേ ആയിക്കോട്ടെ, അതിൻ്റെ എന്താ പറയുക അതിൻ്റെ ഉദ്ദേശത്തെ വെളിവാക്കുന്ന ഒരു ഭാഗമാണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. അപ്പോൾ ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് വെറുതെ അങ്ങോട്ട് എഴുതി ചേർത്തതല്ല. പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്. അതായത് നമ്മൾ ഒരു ഗവൺമെൻറ്, അതായത് നമ്മുടെ ഗവൺമെൻറ്റും പിന്നെ ഇൻഡിവിജ്വലും തമ്മിലുള്ള ബന്ധത്തെ നിർവചിക്കുന്ന ഒരു ഭാഗമാണ് പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. എന്ത് ചെയ്യാൻ പാടില്ല എന്നാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഗവൺമെൻറ്റിനോട് പറയുന്നത്. ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല, എന്ത് ചെയ്യണമെന്നും പറയുന്നുണ്ട്. പക്ഷെ പ്രധാനമായിട്ടും ഒരു നെഗറ്റീവ് കൊണോട്ടേഷനുള്ള ഒരു ഭാഗമാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. അപ്പോൾ ആർട്ടിക്കിൾ 14 പറയുന്നത് ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ആണ്. അതായത് നിങ്ങൾ ജനങ്ങളെ ഈക്വലായി കാണണം, സമന്മാരായി കാണണം. ഒരു കാരണവശാലും നിയമത്തിൻ്റെ മുന്നിൽ ഈ അതായത് അസമത്വം ഉണ്ടാവാതെ നോക്കണം. അതാണ് ഗവൺമെൻറ്റിനോട് ആർട്ടിക്കിൾ 14 പറയുന്നത്. അതായത് അവിടെയും ഒരു നെഗറ്റീവ് കണ്ണോട്ടേഷൻ ഉണ്ട്. നിങ്ങൾ അൺഈക്വലായിട്ട് ആരെയും ട്രീറ്റ് ചെയ്യരുത്. പക്ഷേ ഈക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ രണ്ടും കേൾക്കുമ്പോൾ ഒരേപോലെയാണെങ്കിലും രണ്ടും രണ്ട് വ്യത്യസ്ത ഡോക്ട്രിൻസാണ്. പക്ഷേ ആർട്ടിക്കിൾ 17 വ്യക്തമായിട്ട് പറയുന്നത് എന്താ? അൺടച്ചബിലിറ്റി പാടില്ല. അതായത് തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ഇതൊന്നും ഈ നാട്ടിൽ വെച്ച് ഉറപ്പിക്കാൻ പാടില്ല. ആർട്ടിക്കിൾ 15 പറയുന്നത് എന്താ? യാതൊരു തരത്തിലും 5 കാര്യങ്ങളിൽ, അതായത് ദ സ്റ്റേറ്റ് ഷാൽ നോട്ട് ഡിസ്ക്രിമിനേറ്റ് ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, കളർ, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് ഓർ ഡിസെൻറ്റ്, അങ്ങനെയുള്ള ചില കാര്യങ്ങളിൽ യാതൊരു തരത്തിലും ഡിസ്ക്രിമിനേഷൻ പാടില്ല. ആർട്ടിക്കിൾ 16 പറയുന്നത് എന്താ? യാതൊരു ഡിസ്ക്രിമിനേഷനും പാടില്ല. പക്ഷേ 16 സ്പെസിഫിക്കലി എന്തിലാണ്? എംപ്ലോയ്മെൻറ്റിൻ്റെ കാര്യത്തിലാണ്. 18 പറയുന്നത് എന്താ? നിങ്ങൾ ആർക്കും ടൈറ്റിൽസ് ഒന്നും കൊടുക്കരുത്. അതായത് പണ്ടുണ്ടായിരുന്ന പോലെ ദിവാൻ മഹാരാജ അല്ലെങ്കിൽ പേഷ്കാർ, അങ്ങനത്തെ ഒന്നും ടൈറ്റിലുകൾ ആർക്കും കൊടുക്കരുത്. അക്കാഡമിക് ടൈറ്റിൽസോ അല്ലെങ്കിൽ മിലിറ്ററി ടൈറ്റിൽസോ ആവുന്നതിന് കുഴപ്പമില്ല. അപ്പോൾ ഇതൊന്നും ചെയ്യരുത് എന്നാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് പറയുന്നത്. ഇപ്പോൾ യാതൊരു തരത്തിലും എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാവരുത്. ഇതൊക്കെയാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. പക്ഷേ ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് കൊണ്ട് മാത്രമായില്ല. ഇപ്പോൾ എല്ലാവരെയും സമന്മാരായി ട്രീറ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ഗവൺമെൻറ് അങ്ങനെ ചെയ്യാൻ ഉദ്ദേശിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വാട്ട് ഇഫ് നാളെ പിറ്റേന്ന്, അതായത് ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കുന്ന വകുപ്പുകളാണ്, അതായത് ആർട്ടിക്കിളുകളാണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സിലുള്ളത്. ഇനി നാളെ പിറ്റേന്ന് ഒരു 10-50 കൊല്ലം കഴിഞ്ഞു, അതായത് കോൺസ്റ്റിറ്റ്യൂഷൻ ഇതിൽ വരുന്നതിന് ഒരു 50 കൊല്ലം കഴിഞ്ഞിട്ട് കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ള നിലയിൽ സമ്പത്ത് അല്ലെങ്കിൽ ഒരു തരത്തിൽ വിഭവങ്ങൾ മുഴുവൻ ഒരു പ്രത്യേക വ്യക്തിയുടെയോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെയോ കയ്യിൽ അകപ്പെടുകയാണ്. അപ്പോൾ ബാക്കിയുള്ളവരുടെ കയ്യിൽ ഒന്നുമില്ല. ഇപ്പോൾ ഇന്ത്യയുടെ അവസ്ഥ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ, അതായത് കഴിഞ്ഞ കൊല്ലത്തെ അസമത്വം, അതായത് ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ടിൽ പറയുന്നത് എന്താ വെച്ചാൽ, ദ റിച്ചസ്റ്റ് 1% ഓഫ് ഇന്ത്യൻസ് ഹാൻഡിൽ ഓൾമോസ്റ്റ് 51.2% ഓഫ് ഇന്ത്യാസ് GDP. അതായത് ഏറ്റവും പണക്കാരായിട്ടുള്ള 1% ജനങ്ങളാണ് വിഭവങ്ങളുടെ 52%, ഇന്ത്യയിലെ വിഭവങ്ങളുടെ 52% കൈയാളുന്നത്. ബാക്കി, അതായത് പിന്നീട് ഓരോ ഓരോരോ ടേബിളുകളായിട്ട് വരുമ്പോൾ 77% വിഭവങ്ങളും കൈയാളുന്നത് ആദ്യത്തെ 10% വരുന്ന പണക്കാരാണ്. ചുരുക്കി പറഞ്ഞാൽ 90% വരുന്ന ഇന്ത്യൻ ജനതയ്ക്കും അനുഭവിക്കാൻ കിട്ടുന്നത് വെറും 23% വിഭവങ്ങളുടെ ഇതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥ, അതായത് ഗ്രേവ് ആയിട്ടുള്ള അസമത്വം ഉണ്ടാവരുത്. അത് ഉണ്ടാവാതിരിക്കണേ എന്ത് വേണം? സാമ്പത്തികമായിട്ടുള്ള അധികാരങ്ങൾ കൂടെ ജനങ്ങൾക്ക് കൊടുക്കണം. അതാണ് സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും ഉള്ള അധികാരങ്ങൾ കൊടുക്കണം. അതാണ് എന്തിലുള്ളത്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലുള്ളത്. ഈ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഇപ്പോൾ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പം പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, അവയിൽ ഏതെങ്കിലും ഒന്ന് ഡിനൈഡ് ആണ് വിചാരിക്കുക. അപ്പം ഗവൺമെൻറ് ആർട്ടിക്കിൾ 16 വയലേറ്റ് ചെയ്തു. അതായത്
എൻ്റെ എന്തെങ്കിലും, അതായത് എന്നെയും വേറെ ഒരാളെയും തമ്മിൽ നോക്കുമ്പോൾ എനിക്ക് എന്നെ ഈ ആർട്ടിക്കിൾ 16 പ്രകാരം എല്ലാവരും സമന്മാരാണ്. പക്ഷേ ചെറിയ ചില ഇതൊക്കെ ഉണ്ടാവും. ഇപ്പം ഫോർ എക്സാമ്പിൾ സ്റ്റേറ്റ് വേണമെങ്കിൽ ഒരു സ്റ്റേറ്റ് ഒരു മാനദണ്ഡമായിട്ട് വെക്കാം. ഇപ്പം കർണാടക സർക്കാരിൻ്റെ ജോലികളിലേക്ക് കർണാടക PSC നടത്തുന്ന പരീക്ഷകളിൽ സ്റ്റേറ്റ് ഒരു മാനദണ്ഡമായിട്ട് വെക്കാം, ഒരു ക്വാളിഫിക്കേഷനായിട്ട്. പക്ഷെ അതും കർണാടക സർക്കാരിന് പറ്റില്ല, പാർലമെൻറ്റിനെ പറ്റുള്ളൂ. അതായത് പാർലമെൻറ്റ് ബൈ ലോ ക്യാൻ ബ്രിങ് ദിസ് ഓൺ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു റീസണബിൾ ആയിട്ടുള്ള ഒരു റെസ്ട്രിക്ഷൻ വെക്കാം. അതല്ലാതെ ആർബിട്രറി ആയിട്ട് കേരള സർക്കാർ പറയുകയാണ്, 2 പേരെ നോക്കിയിട്ട് നിന്നെ കാണാൻ വലിയ ഭംഗിയൊന്നുമില്ല, മാത്രമല്ല നീ കുറച്ച് കറുത്തിട്ടാണ്, അതുകൊണ്ട് ഞാൻ നിന്നെ എടുക്കുന്നില്ല, ഇവനെ ഞാൻ ജോലിക്ക് എടുക്കുകയാണ് എന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക, എന്നെ മാറ്റി നിർത്തിയിട്ട് വേറൊരുത്തനെ. അതൊരു ആർബിട്രറി ആയ ഡിസ്ക്രിമിനേഷനാണ്. ആർട്ടിക്കിൾ 16 എക്സ്പ്ലിസിറ്റായിട്ട് അത് പ്രൊഹിബിറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിയിൽ ഡയറക്റ്റായിട്ട് പോവാം. ഈ ചെയ്തത് വൃത്തികേടാണ്, എൻ്റെ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, എൻ്റെ മൗലികമായ അവകാശത്തെയാണ് ഇവിടെ ഹനിക്കപ്പെട്ടിരിക്കുന്നത്, എനിക്ക് നീതി കിട്ടിയേ തീരും. അതായത് ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ നിഷേധത്തിൻ്റെ കാര്യത്തിൽ ധൈര്യമായിട്ട് ഡൽഹിയിലേക്ക് വണ്ടി കയറി നമുക്ക് നീതി ചോദിക്കാവുന്നത് വരുത്തുന്നതാണ് ആർട്ടിക്കിൾ 32. അതിന് വേറെ ഇതൊന്നും വേണ്ട. ഫണ്ടമെൻ്റൽ റൈറ്റ്സിൻ്റെ അല്ലാത്ത വല്ല കാര്യമാണെങ്കിൽ മാത്രമേ ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിയിൽ നിന്ന് പോയി വാങ്ങേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ സുപ്രീം കോടതി വരും, ഹൈക്കോടതി പോയി വാങ്ങിയാൽ മതി, നമ്മുടെ അടുത്തുണ്ടാവില്ല. ഈ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഹനിക്കപ്പെടുകയാണെങ്കിൽ ഡയറക്റ്റായിട്ട് ഡൽഹിയിലേക്ക് ട്രെയിൻ കയറാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ പരിപാടി പക്ഷേ എന്തിൽ പറ്റില്ല? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ പറ്റില്ല. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. 36 എന്ന് പറയുന്നത് ഈ ഡെഫിനേഷനാണ്. അതായത് ഫണ്ടമെൻ്റൽ ഇൻ ദി ഗവർണൻസ്, ഫണ്ടമെൻ്റൽ ഗൈഡ് ലൈൻസ് ഫോർ ദ ഗവർണൻസ് ദാറ്റ് ദ സ്റ്റേറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ഫോളോ ഇൻ ഫ്രെയിമിംഗ് ലോസ് അല്ലെങ്കിൽ ഇൻ അപ്ലൈയിങ് ഇൻ എക്കണോമിക് പോളിസീസ് ആൻഡ് പാസിംഗ് ലോസ്. അതാണ് ആർട്ടിക്കിൾ 36. ഇനി 36 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡെഫിനേഷൻ ഓഫ് സ്റ്റേറ്റ്. 38 മുതൽ 51 വരെയുള്ള ചില നിർദ്ദേശങ്ങളുണ്ട്. അതായത് ഏതൊരു ഗവൺമെൻറ്റും, അധികാരത്തിലുള്ള ഏതൊരു ഗവൺമെൻറ്റും നിയമങ്ങൾ പാസ്സാക്കുമ്പോൾ അല്ലെങ്കിൽ നിയമങ്ങൾ നിലവിൽ കൊണ്ടുവരുമ്പോൾ മനസ്സിൽ വെക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം നിങ്ങൾ നിയമങ്ങൾ നടപ്പിലാക്കേണ്ടത്. ഇതൊക്കെ വ്യക്തമായിട്ട് നമ്മൾ ഈ 10 13 ആർട്ടിക്കിളുകൾ 14 ആർട്ടിക്കിളുകൾ വ്യക്തമായിട്ട് നമുക്കറിയുകയാണെങ്കിൽ നമ്മുടെ അധികാരങ്ങളെപ്പറ്റി മാത്രമല്ല നമുക്ക് എന്തൊക്കെ ഗവൺമെൻറ്റിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം എന്നുള്ളതുകൂടെ നമുക്ക് മനസ്സിലാവും. ഇത് വളരെ ഫണ്ടമെൻ്റലാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവും എപ്പോഴാണെന്ന് വെച്ചാൽ 1900 ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന 1950 46 ഡിസംബർ 9 മുതൽ 2 കൊല്ലവും 11 മാസവും 18 ദിവസവും എടുത്തിട്ടാണ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പോൾ ഏകദേശം ഇതേ സമയത്താണ് യുണൈറ്റഡ് നേഷൻസിൻ്റെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് നിലവിൽ വരുന്നത്. അതായത് 48. ഇതിനും 18 കൊല്ലം കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു ഇൻ്റർനാഷണൽ കോവനൻ്റ് വരുന്നുണ്ട്. അതായത് ഇൻ്റർനാഷണൽ കോവനൻ്റ് ഓൺ എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ്. ഇതിൽ പറയുന്ന, അതായത് 1966 വരുന്നത്. ഇതിൽ പറയുന്ന പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ പുരോഗതിയിൽ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ പുരോഗതിയിൽ അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ് വിദ്യാഭ്യാസം എന്നുള്ളത്. ഇപ്പോൾ അസമത്വത്തെ ഇല്ലാതെയാക്കാൻ, പിന്നെ ഒരു പാവപ്പെട്ട ഒരു ജനതയെ അവരുടെ പോവർട്ടിയിൽ നിന്ന് കൈപിടിച്ച് മുകളിലേക്ക് കൊണ്ടുവരാൻ ഇതിനൊക്കെയുള്ള കഴിവുള്ള ഒരു കാര്യമാണ് എഡ്യൂക്കേഷൻ എന്നുള്ളത്. ഈ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളത് അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ വെറും പഠനം മാത്രമല്ല, എഡ്യൂക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഒരു വ്യക്തിയുടെ പരിപൂർണമായ വികാസമാണ് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു കാര്യത്തെ, അതായത് എക്കണോമിക് ആൻഡ് ഇൻ്റർനാഷണൽ കോവനൻ്റ് എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ റൈറ്റ്സ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം നമ്മുടെ DPSP ആയിട്ട് ഒരുപാട് ഓവർലാപ്പ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ DPSPയിൽ പറയുന്ന കാര്യങ്ങളൊക്കെ ഒരു സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് അതൊക്കെ ഫോളോ ചെയ്താൽ ഒരു സമൂഹത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് അധികം ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല, ചുരുക്കി പറഞ്ഞാൽ. അപ്പോൾ ഇത് ഒന്ന് മനസ്സിലാക്കുന്നത് വളരെ നല്ലതാണ്. എന്തൊക്കെയാണ് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലുള്ള നിർദ്ദേശക തത്വങ്ങൾ. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പിൽക്കാലത്ത് ഒരുപാട്
ഇപ്പോൾ നിയമങ്ങൾ നിലവിൽ വന്നത് ഈ DPSPകളുടെ ചുവട് പറ്റിയിട്ടാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരുന്ന കാലത്ത് ആർട്ടിക്കിൾ 45 പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റ് ഇൻ ഇറ്റ്സ് കപ്പാസിറ്റി അടുത്ത 10 കൊല്ലത്തിൻ്റെ ഉള്ളിൽ, അതായത് 50 നിലവിൽ വരുമ്പോഴുള്ള കാര്യമാണ്, അടുത്ത 10 കൊല്ലത്തിൻ്റെ ഉള്ളിൽ ഇൻ ഇറ്റ്സ് കപ്പാസിറ്റി സ്റ്റേറ്റ് എന്ത് ചെയ്യും, സകല കുട്ടികൾക്കും 14 വയസ്സിന് താഴെയുള്ള സകലർക്കും നിർബന്ധിതവും സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം ഏർപ്പെടുത്തുന്നു. അതായത് 1960 മുന്നേ സ്റ്റേറ്റിന് ഇതിനുള്ള വഴി കണ്ടുപിടിക്കുന്നു. ആ 10 കൊല്ലത്തെ ഗ്യാപ്പ് കൊടുത്തത് എന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ തന്നെ അവസ്ഥ നന്നായിട്ട് അറിയാം. അതായത് നമ്മൾ ഒരു ദരിദ്ര രാഷ്ട്രം എന്ന് പറഞ്ഞാൽ എല്ലാ അർത്ഥത്തിലും നമ്മൾ അതായത് ഒരു ഭരിച്ച് മുടിച്ച് കയ്യിൽ തന്ന ഒരു രാഷ്ട്രമായിരുന്നു. അതുകൊണ്ട് തന്നെ 10 കൊല്ലത്തിൻ്റെ ഉള്ളിൽ നമ്മളത് ചെയ്താൽ മതി. പക്ഷേ 10 കൊല്ലം കഴിഞ്ഞു, 20 കൊല്ലം കഴിഞ്ഞു, 30 കൊല്ലം കഴിഞ്ഞു, 40 കൊല്ലം കഴിഞ്ഞു. 40 കൊല്ലം കഴിഞ്ഞിട്ടും ഒന്നും എവിടെ എത്തിയില്ല. അപ്പോൾ 1993 ഒരു കേസുണ്ടായി, ഉണ്ണികൃഷ്ണൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ആന്ധ്രാപ്രദേശ്. ആ കേസിൽ സുപ്രീം കോടതി അഭിപ്രായപ്പെട്ട കാര്യം വളരെ സിഗ്നിഫിക്കൻ്റ് ആണ്. 10 കൊല്ലത്തേക്കാണ് ഈ സംഭവം പറഞ്ഞത്. ഇപ്പം 43 കൊല്ലം കഴിഞ്ഞു. ഈ 43, അതായത് 45 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പറഞ്ഞിരിക്കുന്ന സാധനം ശരിയാണ്. എന്ത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ജസ്റ്റിഷ്യബിൾ അല്ല, അത് കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കോടതിയിൽ പോകാൻ പറ്റില്ല എന്നുള്ളതൊക്കെ ശരിയാണ്. പക്ഷേ ഇത്രയും കാലം കഴിഞ്ഞ സ്ഥിതിക്ക് അത് ഫണ്ടമെൻ്റൽ റൈറ്റായിട്ട് അംഗീകരിക്കണം. സുപ്രീം കോടതി അംഗീകരിച്ചൊരു കാര്യമാണ് 1993 ഉണ്ണികൃഷ്ണൻ കേസിൽ. പക്ഷേ എന്നിരുന്നാലും അത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട ആരാ? ഗവൺമെൻറ്റാണ്. അങ്ങനെ പ്രത്യേകിച്ച് യാതൊരു നടപടി ഉണ്ടായില്ല. 8 കൊല്ലത്തിന് ശേഷം 2002 9 കൊല്ലത്തിന് ശേഷം 86ാം അമെൻമെൻറ്റ് പ്രകാരം അന്നത്തെ ഗവൺമെൻറ് 2002 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് പ്രകാരം റൈറ്റ് ടു എഡ്യൂക്കേഷൻ ഒരു ഫണ്ടമെൻ്റൽ റൈറ്റായി. ആർട്ടിക്കിൾ 21A എന്നുള്ളത് ഈ DPSPയിലെ 45ാം ആർട്ടിക്കിൾ പറഞ്ഞ അതേ കാര്യമായി. 14 വയസ്സിന് താഴെയുള്ള വിദ്യാർത്ഥികൾക്ക് നിർബന്ധിതവും സൗജന്യവുമായ വിദ്യാഭ്യാസം കൊടുക്കാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. അങ്ങനെ നിലവിൽ വന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെയും DPSPയിൽ പറയുന്ന കാര്യങ്ങൾ വളരെ പ്രാധാന്യം അർഹിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ 39A മുതൽ F വരെയുള്ള ചില നിർദ്ദേശങ്ങളുണ്ട്. അതെന്താ പറയുന്നതെന്ന് വെച്ചാൽ 39 പ്രധാനമായിട്ടും പറയുന്നത് ജനങ്ങളുടെ ആരോഗ്യത്തിനും ജനങ്ങളുടെ എന്താ പറയുക വെൽബീയിങ്ങിന് ഗവൺമെൻറ് ശ്രദ്ധ കൊടുക്കണമെന്നാണ്. അതിൻ്റെ തുടക്കത്തിൽ തന്നെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 39A പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിസൻസ് ഇപ്പോൾ ആണോ പെണ്ണോ എന്നുള്ള വ്യത്യാസം ഇല്ലാതെ, അതായത് യാതൊരുവിധ ഡിസ്ക്രിമിനേഷൻ ആണോ പെണ്ണോ എന്നുള്ള ഇതില്ലാതെ എല്ലാവർക്കും ഒരു അഡീക്വേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് പ്രൊവൈഡ് ചെയ്യണം. 39A പറയുന്നത് that the citizens men and women equally have the right to an adequate means to livelihood. ഇതാണ് അതിൻ്റെ വേർഡിങ്. 39B പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വിഭവങ്ങളുടെ, അതായത് നമ്മുടെ റിസോഴ്സസിൻ്റെ ഉടമസ്ഥതയും കൺട്രോൾ, ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ of the material resources are so distributed as to serve the common good, as they best serve the common good. അതായത് നമ്മുടെ വിഭവങ്ങൾ ഒരു കോമൺ ഗുഡ്, ആ വാക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കോമൺ ഗുഡ് അഥവാ എല്ലാവർക്കും നല്ലത് വരുന്ന ഒരു രീതിയിൽ ഈ വിഭവങ്ങളുടെയൊക്കെ ഓണർഷിപ്പും അതിൻ്റെ കൺട്രോളും ഉണ്ടായിരിക്കണം. ചുരുക്കി പറഞ്ഞാൽ അത് ഗവൺമെൻറ് ആയിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യുന്നത്. അതായത് നമ്മുടെ സോഷ്യലിസം പ്രിൻസിപ്പിളിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ 39B. 39C പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ക്രമം ഉണ്ടാക്കുമ്പോൾ, അതായത് എല്ലാവർക്കും നന്മ വരുത്തുന്ന രീതിയിൽ നമ്മൾ ഇങ്ങനെ പ്രവർത്തിക്കുമ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ഇൻ സം ഹാൻഡ്സ്, അതായത് ചുരുക്കം ചിലരുടെ കയ്യിൽ മാത്രം ഈ വിഭവങ്ങളുടെ അല്ലെങ്കിൽ മൂലധനം എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ആ അവസ്ഥ ഉണ്ടാവരുത്. പക്ഷേ ഓക്സ്ഫാമിൻ്റെ കഴിഞ്ഞ കൊല്ലത്തെ റിപ്പോർട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇന്ത്യയിലെ ഏറ്റവും ധനികരായിട്ടുള്ള 1% 52% വിഭവങ്ങളും കൈയാളുന്നത്. അപ്പോൾ ഈ സംഭവം അത്ര കാര്യമായിട്ടൊന്നും നടപ്പിലാക്കാൻ നമ്മുടെ ഗവൺമെൻറ്റുകളെ കൊണ്ട് പറ്റിയിട്ടില്ല എന്നാണ് ചുരുക്കം.
അതിൻ്റെ അർത്ഥം നമ്മൾ പരാജയപ്പെട്ടു എന്നല്ല, നമ്മൾ ഈ ഒരു എൻഡിലേക്കാണ് പ്രവർത്തിക്കേണ്ടത് എന്നാണ് ഇതിൻ്റെ അർത്ഥം. പിന്നെ ആർട്ടിക്കിൾ 39D പറയുന്നത് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, അതായത് സകല ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൻ. അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. വേതനം തുല്യമായിരിക്കണം. ഒരേ അധ്വാനത്തിന് ആണായാലും ശരി പെണ്ണായാലും ശരി വേതനം തുല്യമായിരിക്കണം. അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റാണ്, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് എന്നുള്ളത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ഈ നമ്മുടെ IT സെക്ടറിൽ വ്യക്തമായിട്ട് IT സെക്ടറിൽ ജോലി ചെയ്തിട്ടുള്ളവർക്കറിയാം, നമ്മൾ കയറുമ്പോൾ എല്ലാവർക്കും ഒരേ സാലറി ആയിരിക്കും. ഇപ്പോൾ ഒരു 3 കൊല്ലോ 4 കൊല്ലോ എക്സ്പീരിയൻസ് ആയി നമ്മളിപ്പോൾ ഒരു കമ്പനിയിൽ നിന്ന് വേറൊരു കമ്പനിയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് തമാശയല്ല ഞാൻ പറയണത്. ഇപ്പോൾ അങ്ങനെ പോയിട്ടുള്ളവർക്കറിയാം, നമ്മൾ പോകുമ്പോൾ എത്രയൊക്കെ നമ്മൾ പറഞ്ഞാലും ആ ഒരു ജെൻഡർ ബയാസ് അവിടെയുണ്ട്. സ്ത്രീകൾക്ക് കൊടുക്കുന്ന സാലറിയുടെ വളരെ അധികമായിരിക്കും ഒരു പുരുഷന് ഓഫർ ചെയ്യുന്ന സാലറി. ഇതില്ല എന്നൊക്കെ നമുക്ക് പറയാൻ എളുപ്പമാണ്, പക്ഷേ ഇത് അനുഭവിക്കുക, അതായത് അങ്ങനെ ഉള്ള സ്ത്രീകളോട് ചോദിച്ചാൽ അറിയാം കിട്ടാത്ത, അതായത് അത്രയും ഈക്വലിറ്റി ഇല്ല, തീരെ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, ഒരു പരിധി വരെ അത് വളരെ കുറവാണ്. അതില്ലാത്ത ഒരുപാട് ഈക്വാലിറ്റി ഇല്ലാത്ത ഒരുപാട് ഇൻസ്റ്റൻസസ് അങ്ങനെയുള്ളവർക്ക് അറിയുന്നുണ്ടാവും. പക്ഷേ ആർട്ടിക്കിൾ 39D പറയുന്നത് എന്താ? ദാറ്റ് ദർ ഇസ് ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൻ. ആർട്ടിക്കിൾ പറയുന്നതും ഇതേ കാര്യം തന്നെയാണ്. ഇതല്ല, പ്രത്യേകിച്ച് തൊഴിലാളികളുടെ ഹെൽത്തിനെ പറ്റിയിട്ട് അത് സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ആണെന്നാണ് പറയുന്നത്. അതായത് അധ്വാനിക്കുന്ന സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പിന്നെ കുട്ടികളുടെയൊക്കെ ആരോഗ്യം എന്ന് പറയുന്നത് അത് സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. സ്റ്റേറ്റ് അത് നന്നായി നോക്കണം, അവർക്ക് അവരുടെ ആരോഗ്യത്തെ. അതുമാത്രമല്ല, കുട്ടികളുടെ അബ്യൂസ് ഒരിക്കലും ടെൻഡർ ഏജ് ഓഫ് ചിൽഡ്രൻ ആർ നോട്ട് സബ്ജക്റ്റ് ടു അബ്യൂസ്. അത് ഒരു അബ്യൂസ് ഉണ്ടാവാതിരിക്കാനും ഇവരാണ് നോക്കേണ്ടത്. ആർട്ടിക്കിൾ ഇത് എന്താ പറയുക 39F പറയുന്നതും ഇത് തന്നെയാണ്. F പറയുന്നത് ഇതേ കാര്യം തന്നെ, പക്ഷേ വേറൊരു രീതിയിൽ ഈ കുട്ടികളുടെ മോറലായിട്ടുള്ള എന്താ പറയുക അബ്യൂസ് ഉണ്ടാവാതെ അവർക്ക് എല്ലാ തരത്തിലും വികാസത്തിനുള്ള ഒരു എൻവയൺമെൻറ്റ് അല്ലെങ്കിൽ ഒരു അവസ്ഥ ഉറപ്പുവരുത്തുന്നതിൽ സ്റ്റേറ്റ് ശ്രദ്ധിക്കണം. അപ്പോൾ ആർട്ടിക്കിൾ 39 പറയുന്ന A മുതൽ F വരെയുള്ള കാര്യങ്ങൾ ഇത്രയാണ്. ഫസ്റ്റ് വൺ ആർട്ടിക്കിൾ 39A പറയുന്നത് എന്താണ്? ദാറ്റ് ദ സിറ്റിസൺസ് മെൻ ആൻഡ് വുമൻ ഈക്വലി ഹാവ് ദ റൈറ്റ് ടു അഡീക്വേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്. ഒരു അഡീക്വേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്, ആ വാക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ജസ്റ്റ് മെൻ ആൻഡ് വുമൻ ഹാവ് ദ എന്താ പറയുക റൈറ്റ് ടു മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് എന്നല്ല പറഞ്ഞത്, അഡീക്വേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്. എന്തെങ്കിലും ഒരു ലൈവ്ലിഹുഡ് ആയാൽ പോരാ. ഇപ്പോൾ നമ്മുടെ പോവർട്ടി ലൈൻ അഥവാ നമ്മുടെ പ്രതിദിനം 47 രൂപ എന്താ പറയുക അർബൻ ഏരിയയിലും 32 അല്ലെങ്കിൽ 30 റൂറൽ ഏരിയകളിലും കയ്യിൽ കിട്ടുന്ന ഒരാൾ പോവർട്ടി ലൈനിൻ്റെ, അതായത് ദാരിദ്ര്യരേഖയുടെ മുകളിലാണെന്നാണ് നമ്മുടെ ഗവൺമെൻറ് പറയുന്നത്. അഡീക്വേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ഉറപ്പുവരുത്തണം എന്നാണ് ഏത് പറയുന്നത് 39A പറയുന്നത്. അപ്പോൾ അവിടെ തന്നെ ഒരു കോൺട്രഡിക്ഷൻ ഉണ്ട്. ഈ 47 രൂപ ഒരു ദിവസം കിട്ടുന്നവന് ഇപ്പോൾ 3 ചായയും 2 ചായയും 2 ബണ്ണും കഴിക്കാൻ തികയില്ല പൈസ. അപ്പോൾ അതൊരു മോക്കറിയല്ലേ. അങ്ങനെ എല്ലാ കാര്യങ്ങളും അതെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ എന്താണുള്ളത് അതിനെ വ്യക്തമായിട്ട് അറിയണേ നമുക്ക് ആ കാര്യങ്ങളെ പറ്റിയൊക്കെ ഒന്ന് ചിന്തിക്കാൻ സാധിക്കും. ആർട്ടിക്കിൾ 39B പറയുന്നത് എന്താ? ഈ വിഭവങ്ങളുടെ അധികാരം, അതായത് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ഷൽ റിസൈഡ് വിത്ത് ദി കമ്മ്യൂണിറ്റി, അതായത് should be so distributed as best to subserve the common good. ആർട്ടിക്കിൾ 39 അതായത് അതിൻ്റെ വേർഡ്സ് ഇങ്ങനെയാണ്: that the ownership and control of the material resources of the community are so distributed as best to subserve the common good. പിന്നെ ആർട്ടിക്കിൾ 39C പറയുന്നത് എന്താണ്? എക്കണോമിക് സിസ്റ്റം, അതായത് നമ്മുടെ എക്കണോമിക് സിസ്റ്റം ഷുഡ് നോട്ട് റിസൾട്ട് ഇൻ the operation of the economic system should not result in the concentration of wealth and material resources and means of production to the common detriment. അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആൾക്കാർക്ക് അതായത് ഒരു ഡെട്രിമെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ഡ്രോബാക്ക് അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാകുന്ന രീതിയിൽ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ഉണ്ടാവരുത് നമ്മുടെ എക്കണോമിക് സിസ്റ്റം കാരണം. 39D എന്താ പറയുന്നത്? ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ് 39D. പറയുന്നത് എന്താ?
ഹെൽത്ത് ആൻഡ് സ്ട്രെങ്ത് ഓഫ് ദ വർക്കേഴ്സ് മെൻ ആൻഡ് വുമൺ ആൻഡ് ദ ടെൻഡർ ഏജ് ഓഫ് ചിൽഡ്രൻ ആർ നോട്ട് അബ്യൂസ്ഡ്. അത് നമ്മൾ ഉറപ്പുവരുത്തണം. പിന്നെന്താ, ആർട്ടിക്കിൾ 39F കുട്ടികളുടെ വികാസത്തിനും പിന്നെ അവരുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിനുള്ള അവസ്ഥ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അതാണ് ആർട്ടിക്കിൾ 39F പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 40. ഒരു കാര്യം പറയാൻ ഞാൻ മറന്നു. അപ്പോൾ നമ്മുടെ പ്രിയമ്പിളിൽ പറയുന്നത് എന്താ? നമ്മുടെ പ്രിയമ്പിളിൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു സെക്യുലർ സോവറിൻ സോഷ്യലിസ്റ്റ് സെക്യുലർ ഡെമോക്രാറ്റിക് റിപ്പബ്ലിക്കാണെന്ന് പറയുന്നത്. ഇതിൽ ഈ സോഷ്യലിസ്റ്റ് എന്നുള്ള ആ ഒരു ആശയം നടപ്പിലാക്കുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലൂടെയാണ്. ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ ഇപ്പോൾ നമ്മളിപ്പോൾ വായിച്ച 39 അതൊരു സോഷ്യലിസ്റ്റ് ആശയമാണ്. അതായത് അധ്വാനിക്കുന്ന തൊഴിലാളികളുടെ ആരോഗ്യം സംരക്ഷിക്കുക, അതൊരു ഒരു സോഷ്യലിസ്റ്റ് ആശയമാണ്. കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ഇല്ലാതിരിക്കുക, അതും ഒരു സോഷ്യലിസ്റ്റ് ആശയമാണ്. ഇപ്പോൾ ഈ സോഷ്യലിസ്റ്റ് ആശയത്തിന് പുറമെ ഒരു ഗാന്ധിയൻ ഇത് പിടിച്ചിട്ടുള്ള ആശയങ്ങളുണ്ട്. വില്ലേജ് പഞ്ചായത്തുകൾ, ആർട്ടിക്കിൾ 40, അടുത്ത ആർട്ടിക്കിൾ അതാ പറയുന്നത്. വില്ലേജ് പഞ്ചായത്ത്സിനെ നിലവിൽ കൊണ്ടുവരാൻ ശ്രമിക്കണമെന്ന്. അതൊരു ഗാന്ധിയൻ ആശയമാണ്. പിന്നെ ഇതല്ലാതെ നമ്മൾ ലിബറൽ ഇൻ്റലക്ച്വൽ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത് ലിബറൽ തോട്ട് പ്രൊമോട്ട് ചെയ്യുന്ന ചില ആർട്ടിക്കിളുകളുണ്ട്. അതായത് ആർട്ടിക്കിൾ 44 അതിനൊരു ഉദാഹരണമാണ്. യൂണിവേഴ്സൽ സിവിൽ കോഡ് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടാവും. ഈ യൂണിവേഴ്സൽ സിവിൽ കോഡ് നടപ്പിൽ വരുത്തുക എന്നുള്ളത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പറയുന്നൊരു കാര്യമാണ്. പക്ഷേ അത് എങ്ങനെ നടപ്പിൽ വരുത്തണം എന്നുള്ളത് ബാക്കിയുള്ള എല്ലാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും പറയുന്നുണ്ട്. യൂണിവേഴ്സൽ സിവിൽ കോഡ് എന്ന് പറഞ്ഞാൽ മെജോറിറ്റേറിയനിസം കൊണ്ടുവരണം എന്നുള്ളതല്ല അതിൻ്റെ ഉദ്ദേശം. യൂണിവേഴ്സൽ സിവിൽ കോഡ് നിലവിൽ വരണം എന്ന് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അതൊരിക്കലും മെജോറിറ്റേറിയനിസം കൊണ്ടുവരാൻ ഉള്ളതല്ല എന്ന് ബാക്കിയുള്ള ആർട്ടിക്കിളുകൾ വായിച്ചവർക്കറിയാം. അതേസമയം ആർട്ടിക്കിൾ 44 മാത്രം വായിച്ചവന് ഇത്രയേ അറിയുള്ളൂ. കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നുണ്ട് യൂണിവേഴ്സൽ സിവിൽ കോഡ് കൊണ്ടുവരണമെന്ന്, അപ്പോൾ നമ്മളത് കൊണ്ടുവരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല. ഇന്ത്യയിൽ ഗോവ മാത്രമാണ് യൂണിവേഴ്സൽ സിവിൽ കോഡ് ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഒരു സംസ്ഥാനമുള്ളത്. പക്ഷേ അതുകൊണ്ട് അവിടെ പ്രത്യേകിച്ച് അത് പോർച്ചുഗീസുകാരുടെ കാലം മുതൽക്ക് തന്നെ അവിടെ ഏകീകൃത സിവിൽ കോഡ് നിലവിൽ വന്നതാണ്. അത് പെട്ടെന്നൊരു ദിവസം ഇന്ത്യയിലേക്ക് ചേർന്നപ്പം ഉണ്ടായ ഇതല്ല. അപ്പോൾ ആർട്ടിക്കിൾ 39 എന്നുണ്ട്. ഇനി 39 കഴിഞ്ഞ് 40 എന്താണ്? ഓർഗനൈസേഷൻ ഓഫ് വില്ലേജ് പഞ്ചായത്ത്സ്. അത് നമ്മൾ പിന്നീട് നമ്മുടെ 74-75 അമെൻമെൻറ്റുകൾ പ്രകാരം 73-74 അമെൻമെൻറ്റുകൾ പ്രകാരം 92-ലും 1993 നടപ്പിൽ വരുത്തേണ്ടായി. അതായത് ഡീസെൻട്രലൈസേഷൻ, അധികാര വികേന്ദ്രീകരണമാണ് ആർട്ടിക്കിൾ 40 ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ 39-ൻ്റെയും 40-ൻ്റെയും ഇടയിൽ ഒരു ആർട്ടിക്കിൾ 1976 42-ാം അമെൻമെൻറ്റ് പ്രകാരം എഴുതി ചേർക്കേണ്ടത്. അതെന്താ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്. അതായത് സ്റ്റേറ്റ് എല്ലാവർക്കും ഫ്രീ ലീഗൽ എയ്ഡ്, അതായത് കഴിവില്ലാത്ത ഒരാൾക്ക് കഴിവില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് ലീഗലായിട്ടുള്ള പ്രൊസീജിയേഴ്സിൽ യാതൊരു തരത്തിലും പിന്നോട്ട് പോകാൻ വരരുത്. അതുകൊണ്ട് തന്നെ അങ്ങനെ കഴിവില്ല എന്ന് തോന്നുന്ന ഒരാളെ സഹായിക്കാൻ സ്റ്റേറ്റ് മുന്നിട്ട് ഇറങ്ങും. അതാണ് നമ്മുടെ ഈ ലീഗൽ സർവീസസ് അതോറിറ്റികളൊക്കെ ഉള്ളത്. അതായത് സ്റ്റേറ്റ് ലീഗൽ സർവീസസ് അതോറിറ്റി, ഡിസ്ട്രിക്ട് ലീഗൽ സർവീസസ് അതോറിറ്റി, നാഷണൽ ലീഗൽ സർവീസസ് അതോറിറ്റി, നൽസ. ഇതൊക്കെ ഈ ഒരു ആർട്ടിക്കിൾ, അതായത് ഈ ഒരു ഉദ്ദേശം മുന്നിൽ വെച്ചുകൊണ്ടാണ്. The state will ensure equal justice and free legal aid to whoever requires this. അപ്പോൾ ഇതാണ് 39A. ഇത് 1976 42-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നിലവിൽ വന്നതാണ്. ആർട്ടിക്കിൾ 41 വളരെ പ്രധാനമായിട്ടുള്ള ഒരു ആർട്ടിക്കിളാണ്. നേരത്തെ നമ്മൾ ആർട്ടിക്കിൾ 39 കണ്ടു, എന്താണ്? ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ ബോത്ത് മെൻ ആൻഡ് വുമൺ. ഇത് പറയുന്നത് എന്താ വെച്ചാൽ റൈറ്റ് ടു വർക്ക്, നിങ്ങൾക്ക് ജോലി എടുക്കാനുള്ള അവകാശമുണ്ട്. അതുമാത്രമല്ല ടു പബ്ലിക് അസിസ്റ്റൻസ് ഇൻ സർട്ടൻ കേസസ്. അതായത് ഇപ്പോൾ ആർക്കെങ്കിലും വയ്യ, അവർ ഡിഫറൻ്റ്ലി ഏബിൾഡാണ് അല്ലെങ്കിൽ വയോധികരാണ്, അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പബ്ലിക് അസിസ്റ്റൻസ് അഥവാ അവരെ സഹായിക്കുക എന്നുള്ളത് സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അതിൻ്റെ ആദ്യത്തെ ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റൈറ്റ് ടു വർക്ക്, ജോലി ചെയ്യുക എന്നുള്ളത് ഒരു അവകാശമാണ്. ആ അവകാശം സമ്മതിച്ചു കൊടുക്കുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിലെ ആർട്ടിക്കിൾ 41.
ആലോചിക്കണം, ഇത് ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല, അതുകൊണ്ട് അത് ജസ്റ്റിഷ്യബിൾ അല്ല. അതുകൊണ്ട് ആർക്കും പോയിട്ട് സുപ്രീം കോടതിയിൽ പറയാൻ പറ്റില്ല എനിക്ക് ജോലി തരിക എന്നുള്ളത് എന്താ പറയുക എൻ്റെ അവകാശമാണ്, അതെനിക്ക് നടപ്പിൽ വരുത്തി തരുന്നില്ല ഗവൺമെൻറ്, അങ്ങനെ പറയാൻ പറ്റില്ല. പക്ഷേ ഈ ഒരു ഇതിൽ നിന്നാണ്, ആർട്ടിക്കിളിൽ നിന്നാണ് നമ്മുടെ MG നരേഗയുടെ ഉത്ഭവം. അതായത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി ആക്ട് 42, അതായത് പ്രൊവിഷൻ ഫോർ ജസ്റ്റ് ആൻഡ് ഹ്യൂമെയിൻ കണ്ടീഷൻസ് ഓഫ് വർക്ക്. ഇപ്പോൾ ജോലി ചെയ്താൽ മാത്രം പോരാ, ഇപ്പോൾ ജോലി ചെയ്യുന്ന കണ്ടീഷൻസ് അത് ന്യായമായ സാഹചര്യങ്ങളിലായിരിക്കണം. പിന്നെ മനുഷ്യർക്ക് പറ്റുന്ന രീതിയിലുള്ള ഒരു വളരെ ഇൻഹ്യൂമെയിൻ ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റിൽ ജോലി ചെയ്യാൻ ആരെയും നിർബന്ധിക്കാൻ പറ്റില്ല. ഇത് ശരിക്കും ഒരു ഫണ്ടമെൻ്റൽ റൈറ്റ് തന്നെയാണ്. അതായത് ഇതിപ്പോൾ ആർട്ടിക്കിൾ 21 ലൈഫ് ആൻഡ് ലിബർട്ടി പ്രകാരം ആ ലിബർട്ടി എന്നുള്ളതിൻ്റെ എക്സ്പാൻഷനിൽ സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ള കാര്യമാണ് എന്ത്, നമുക്ക് ഡിഗ്നിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട്. മനുഷ്യൻ്റെ അഭിമാനത്തെ, ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള യാതൊന്നും പറ്റില്ല. പക്ഷേ ഇതെന്താ പറയുന്നതെന്ന് വെച്ചാൽ പ്രത്യേകിച്ചും വർക്കിംഗ് കണ്ടീഷൻസിൽ ജസ്റ്റ് ആൻഡ് ഹ്യൂമെയിൻ കണ്ടീഷൻസ് ആയിരിക്കണം. അതുമാത്രമല്ല മറ്റേണിറ്റി റിലീഫിനുള്ള പ്രൊവിഷനും കൊടുക്കുന്നുണ്ട്. അതായത് അമ്മമാർക്ക് ഇതിൻ്റെ ഈ ആർട്ടിക്കിൾ 42 പ്രകാരമാണ് മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് ഇപ്പോൾ അടുത്ത് മെറ്റേണിറ്റി ബെനിഫിറ്റ് എന്നുള്ളത് 6 മാസം ആക്കി, അതായത് 26 ആഴ്ചകളാക്കി മെറ്റേണിറ്റി ലീവ്. അതൊക്കെ ഈ ആർട്ടിക്കിൾ 42 നിന്നാണ് വരുന്നത്. ആർട്ടിക്കിൾ 43 ഇപ്പോൾ നേരത്തെ ആലോചിക്കണം, 39 ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്, 41 റൈറ്റ് ടു വർക്ക്, 42 പ്രൊവിഷൻ ഫോർ ജസ്റ്റ് ആൻഡ് ഹ്യൂമെയിൻ കണ്ടീഷൻസ് ഓഫ് വർക്ക് ആൻഡ് മെറ്റേണിറ്റി റിലീഫ്. 43 പറയുന്നത് എന്താ വെച്ചാൽ വർക്കേഴ്സിൽ ലിവിങ് വേജിനുള്ള പ്രൊവിഷൻസ് ഉണ്ടായിരിക്കണം. അതായത് എന്തെങ്കിലും ഒരു വേജ് അല്ല, ലിവിങ് വേജ് എന്താണ് എന്നുള്ളത് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നില്ല. മുന്നേ എന്താ പറഞ്ഞത്, അഡിക്വേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് എന്നുള്ളൊരു വാക്കായിരുന്നു, അത് സ്റ്റേറ്റ് എൻഷുർ ചെയ്യണമെന്ന്. ഇപ്പോൾ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് എന്താ, ലിവിങ് വേജ്, അതായത് ജീവിക്കാൻ ആവശ്യമായ ഒരു വേതനം തൊഴിലാളിക്ക് ഉറപ്പുവരുത്തണം. അപ്പോൾ ഈ ജീവിക്കാൻ ആവശ്യമായ വേതനം എത്രയാണ് എന്നുള്ളതിൻ്റെ എന്താ പറയുക ഒരു ഡിറ്റർമിനേഷനാണ് കുഴപ്പമുണ്ടാക്കുന്നത്. അത് പല കമ്മിറ്റികൾ പല കണക്കുകളാണ് കൊടുക്കുന്നത്. അതിൽ ടെണ്ടുൽക്കർ കമ്മിറ്റിയുടെ ഇതാണെന്ന് തോന്നുന്നു 47 രൂപ അർബൻ ഏരിയാസിൽ. അത് 43 ആർട്ടിക്കിൾ 43. ഇനി 43 കഴിഞ്ഞ് 44 ഞാൻ പറഞ്ഞു യൂണിവേഴ്സൽ സിവിൽ കോഡ്. പക്ഷേ ഇതിൻ്റെ ഇടയിൽ 2 ആർട്ടിക്കിളുകൾ വീണ്ടും ആഡ് ചെയ്യേണ്ടായി. ഒരെണ്ണം 43A സെയിം അമെൻമെൻറ്റ് പ്രകാരം ദ 42nd അമെൻമെൻറ്റ് ആക്ട് 1976. അതെന്താ പറയുന്നതെന്ന് വെച്ചാൽ പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദി അഫയേഴ്സ് മാനേജ്മെൻറ്റ് ആൻഡ് അഫയേഴ്സ് ഓഫ് ദി ഇൻഡസ്ട്രീസ്. അതായത് തൊഴിലാളികൾക്കും ഇൻഡസ്ട്രികളുടെ ഡേ ടു ഡേ ആയിട്ടുള്ള വർക്കിങ്ങിൽ, അതായത് അഡ്മിനിസ്ട്രേഷനിലും കാര്യങ്ങളിലും പങ്കെടുക്കാനുള്ള അവകാശം. അത് ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല, അതൊരു DPSP ആണ്. അത് ഉറപ്പ് വരുത്തുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഒരു പോളിസി ഇതായിരിക്കണം. ആർട്ടിക്കിൾ 43A മാത്രമല്ല 43B ഉണ്ട്. പക്ഷേ 43B 2011 ആഡ് ചെയ്തത്. എനിക്ക് തോന്നുന്നു 97ാം അമെൻമെൻ്റ് ആണെന്ന്, 97th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് പ്രൊമോഷൻ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്, സഹകരണ സംഘങ്ങളെ പ്രൊമോട്ട് ചെയ്യാനുള്ള ആർട്ടിക്കിൾ 43B. ആർട്ടിക്കിൾ 44 നമ്മൾ പറഞ്ഞു യൂണിഫോം സിവിൽ കോഡ്. അപ്പോൾ ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഈ DPSPസിൽ പല എന്താ പറയുക ക്ലാസിഫിക്കേഷൻസ് ആക്കാം. നമുക്ക് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ് ഉള്ളതുണ്ട്, ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇപ്പോൾ ഈ 43 നോക്കുകയാണെങ്കിൽ 43ഉം 43Aയും എന്താണ്, ഒരു സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളാണ്. 43 പറയുന്നത് എന്താ, ലിവിങ് വേജ്. 43A പറയുന്നത് എന്താ, പാർട്ടിസിപ്പേഷൻ ഓഫ് വർക്കേഴ്സ് ഇൻ ദി അഫയേഴ്സ് ഓഫ് ദി ഇൻഡസ്ട്രീസ്. അതേസമയം 43B എന്താ, ഒരു പ്രൊമോഷൻ ഓഫ് എന്താ, വില്ലേജ് അല്ല, നമ്മുടെ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതൊരു ഗാന്ധിയൻ പ്രിൻസിപ്പിൾ. ഇപ്പോൾ 44 യൂണിഫോം സിവിൽ കോഡ്. 45 വളരെ പ്രധാനപ്പെട്ട ഒരു ആർട്ടിക്കിളാണ്. ഞാൻ നേരത്തെ പറഞ്ഞു എന്താണ്, പ്രൊവിഷൻ ഓഫ് എഡ്യൂക്കേഷണൽ റൈറ്റ്സ്.
14 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നിർബന്ധവും സൗജന്യവുമായ വിദ്യാഭ്യാസം പ്രൊവൈഡ് ചെയ്യാൻ ഗവൺമെൻറ്റിന് സാധിക്കണം. ഒറിജിനലി അത് വിത്തിൻ 10 years എന്നായിരുന്നു കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നത്. പക്ഷേ നമ്മളത് പിന്നെ 2002 അമെൻഡ് ചെയ്തപ്പോൾ 86-ാം ഭേദഗതി പ്രകാരം അമെൻഡ് ചെയ്തപ്പോൾ എന്തുണ്ടായെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ 6-ൻ്റെയും 14-ൻ്റെയും ഇടയിലുള്ള പ്രായത്തിൽ ഉള്ള കുട്ടികൾക്ക് നിർബന്ധിതവും സൗജന്യമായ വിദ്യാഭ്യാസം കൊടുക്കുന്ന ഫണ്ടമെൻ്റൽ റൈറ്റാക്കി 21A പ്രകാരം. അതുകൊണ്ട് അതിനി ഇതിൽ തുടരുന്നതുകൊണ്ട് വലിയ കാര്യമില്ല. അപ്പോൾ ഇതും അമെൻഡ് ചെയ്യപ്പെടുകയുണ്ടായി. ആ അമെൻമെൻറ്റ് പ്രകാരം 86-ാം ഭേദഗതി പ്രകാരം 45-ലെ വേർഡിങ്സും അമെൻഡ് ചെയ്യുകയുണ്ടായി. തുടർന്ന് എന്താ ഉണ്ടായതെന്ന് വെച്ചാൽ പ്രൊവിഷൻ ഓഫ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ടു ദ ചിൽഡ്രൻ ബിലോ ദി ഏജ് ഓഫ് 6 years അത് ഗവൺമെൻറ് ഉറപ്പുവരുത്തണം ഒരു DPSP എന്നുള്ള നിലയിൽ. അതായത് ഏർലി ചൈൽഡ്ഹുഡ് കെയർ, ചെറിയ കുട്ടികളുടെ നല്ല എഫക്റ്റീവായ കെയർ അത് ഗവൺമെൻറ് ഉറപ്പുവരുത്തണം. 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ കെയറും വിദ്യാഭ്യാസവും ഗവൺമെൻറ് ഉറപ്പുവരുത്തണം. ഇത് 46-ാം ആർട്ടിക്കിൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നത് ഷെഡ്യൂൾഡ് കാസ്റ്റും ഷെഡ്യൂൾഡ് ട്രൈബിലും മാത്രമല്ല അതർ വീക്കർ സെക്ഷൻസ് ഈ 3 വിഭാഗങ്ങളുടെയും എഡ്യൂക്കേഷണൽ ആൻഡ് എക്കണോമിക് വെൽബീയിങ്, പ്രൊമോഷൻ ഓഫ് എഡ്യൂക്കേഷണൽ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്സ് ആൻഡ് അതർ വീക്കർ സെക്ഷൻസ് സ്പെസിഫിക്കായിട്ട് പറയുന്നുണ്ട്. ഈ 3 വിഭാഗങ്ങളുടെ വീക്കർ സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക വിഭാഗമല്ല, അതിൽ എല്ലാം ഉൾപ്പെടും. ആരാണോ അവശത അനുഭവിക്കുന്ന വിഭാഗമുള്ളത് അവരുടെ ഏതൊക്കെ കാര്യങ്ങളാണ് ഗവൺമെൻറ് മനസ്സിൽ വയ്ക്കേണ്ടത് ഏതൊരു പോളിസി ഉണ്ടാക്കുമ്പോഴും. എഡ്യൂക്കേഷണൽ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആർട്ടിക്കിളാണ്. 46. 47 ഒരു ജനറൽ പ്രൊപ്പോസിഷനാണ്. അതായത് ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് ടു റേസ് ദി ലെവൽ ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആൻഡ് ടു ഇംപ്രൂവ് ദി പബ്ലിക് ഹെൽത്ത്. അതായത് പൊതുജന ആരോഗ്യം എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇത് മാത്രമല്ല ജനങ്ങളുടെ ലെവൽ ഓഫ് ന്യൂട്രീഷൻ ഉയർത്തുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇതിൻ്റെ 2ാമത്തെ ഭാഗമായിട്ടാണ് പ്രൊഹിബിഷൻ വരുന്നത്. അതായത് മദ്യനിരോധനം. അത് വളരെ വൃത്തിയായിട്ട് നടപ്പിലാക്കാൻ ചില ഗവൺമെൻറ്റുകൾക്ക് ഭയങ്കര താല്പര്യമാണ്. പക്ഷേ അതിൻ്റെ ആദ്യത്തെ ഭാഗം എന്താ പറയുന്നത്, ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് ടു റേസ് ദി ലെവൽ ഓഫ് ന്യൂട്രീഷൻ ആൻഡ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനങ്ങളുടെ ജനറൽ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആൻഡ് ടു ഇംപ്രൂവ് പബ്ലിക് ഹെൽത്ത്. 48 വിശേഷിച്ചും അഗ്രികൾച്ചറിനെയും അനിമൽ ഹസ്ബൻഡറിയെയും പ്രോത്സാഹിപ്പിക്കുക. അതായത് ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് അനിമൽ ഹസ്ബൻഡറി. ഇതിൻ്റെ 2ാം ഭാഗമായിട്ടാണ് കൗ സ്ലോട്ടർ, അതായത് സ്ലോട്ടർ ഓഫ് മിൽച്ച് അനിമൽസ്. മിൽച്ച് അനിമൽസ് എന്ന് പറഞ്ഞാൽ എന്താ, കാർഷിക ആവശ്യത്തിനുള്ള മൃഗങ്ങളുടെ കശാപ്പ്, അതില്ലാതെ നോക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അതിനെ ആ ഭാഗത്തെ നൈസായിട്ട് എടുത്തിട്ട് അതങ്ങോട്ട് മാറ്റി കുറച്ച് കളറൊക്കെ ചേർത്ത് വേറൊരു രീതിയിൽ നമ്മൾ അടിച്ചിറക്കി. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ആർട്ടിക്കിൾ 48 ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് അനിമൽ ഹസ്ബൻഡറിയാണ്. 48A അത് പിന്നീട് ആഡ് ചെയ്യപ്പെട്ടതാണ്. അത് 48A പറയുന്നത് എന്താ വെച്ചാൽ പ്രൊട്ടക്ഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് എൻവയൺമെൻറ്റ് ആൻഡ് സേഫ് ഗാർഡിങ് ഓഫ് വൈൽഡ് ലൈഫ് ആൻഡ് ഫോറസ്റ്റ്സ്. നമ്മുടെ കാടും പിന്നെ നമ്മുടെ വൈൽഡ് ലൈഫിനെയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതും പിന്നെ അവയുടെ ആവാസ വ്യവസ്ഥകൾ ഇമ്പ്രൂവ് ചെയ്യുക എന്നുള്ളതൊക്കെ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. ഗവൺമെൻറ് മാത്രമല്ല നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഇതൊക്കെ എന്താ പറയുക, ഇതൊക്കെ ഭയങ്കര ഫിലോസഫിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. ആർട്ടിക്കിൾ 49 പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് മോണ്യുമെൻറ്റ്സ്, പിന്നെ പ്ലേസസ് ഓഫ് നാഷണൽ ഇൻട്രസ്റ്റ്. ഇതൊക്കെ ഗവൺമെൻറ് ഉത്തരവാദിത്തമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോണ്യുമെൻറ്റ്സിനെയും പിന്നെ പ്ലേസസ് ഓഫ് നാഷണൽ ഇൻട്രസ്റ്റും ഇവയ്ക്കൊന്നും നാശനഷ്ടങ്ങളെ വരാതെ നോക്കുക എന്നുള്ളത് ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസിലും ഇതേ കാര്യം തന്നെ പറയുന്നുണ്ട്. ഓർമ്മയിൽ വയ്ക്കുക, നമ്മൾ പല സ്ഥലങ്ങളും പൊളിച്ചിട്ടതും പിന്നെ പണ്ട് അതായിരുന്നു പണ്ട് ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ വന്നതിന് ശേഷം അത് പൊളിച്ചിടുക. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ മുമ്പേ ഉണ്ടായിരുന്ന കാര്യങ്ങളെപ്പറ്റി പറഞ്ഞ് അത് ഇപ്പോൾ പൊളിച്ചിടുക എന്ന് പറഞ്ഞാൽ അതൊക്കെ പൊളിറ്റിക്കൽ അല്പത്തരം എന്നേ പറയാൻ പറ്റുള്ളൂ. രാഷ്ട്രീയ അല്പത്തരം, രാഷ്ട്രീയ ഇതിന് വേണ്ടിയിട്ടുള്ള. പിന്നെ എന്താ, ഹെയ്റ്റ് മോങ്കറിങ്. എന്തായാലും ആർട്ടിക്കിൾ 49 പറയുന്നതാണ്. ആർട്ടിക്കിൾ 50 വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആർട്ടിക്കിളാണ്. ഇപ്പോൾ അടുത്ത് നടന്ന സംഭവങ്ങളുടെ വെളിച്ചത്തിൽ നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സെപ്പറേഷൻ ഓഫ് എക്സിക്യൂട്ടീവ് ആൻഡ് ദ ജുഡീഷ്യറി. അതായത്
നമ്മുടെ ജുഡീഷ്യറി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് ഇത് രണ്ടും തമ്മിലുള്ള ഡിങ്കോളിഫിക്കേഷൻ പാടില്ല എന്നാണ് ആർട്ടിക്കിൾ 50 പറയുന്നത്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താ, ഒരു ഫിയർ ഓർ ഫേവർ ഇല്ലാതെ പ്രവർത്തിക്കാൻ ജുഡീഷ്യറിക്ക് സാധിക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് ബി ഇൻസുലേറ്റഡ് ഫ്രം ദി എക്സിക്യൂട്ടീവ്. ഇത് നമ്മുടെ ബിജോ ഇമ്മാനുവൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞൊരു കേസുണ്ട്. 1985 കേസാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 85 86 അറിയില്ല. കേസ് നമ്പർ 1986 AIR 748 തോന്നുന്നു. ആ കേസ് ഒന്ന് എടുത്ത് വായിക്കുന്നതല്ല. ഈ യഹോവ സാക്ഷികളുടെ ഒരു കേസാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ, കേരള നിയമസഭയിലെ അന്നത്തെ ഒരു MLA ഒരു സ്കൂളിലെ ഇൻസ്പെക്ഷന് പോയപ്പോൾ 3 കുട്ടികൾ അവർ ജനഗണമന അല്ലെങ്കിൽ അതായത് ദേശീയഗാനം ചൊല്ലുമ്പോൾ അവർ എണീറ്റ് നിൽക്കുന്നുണ്ട്, പക്ഷേ അത് ചൊല്ലുന്നില്ല. അവർ റെസ്പെക്റ്റ് ആയിട്ടൊന്നും ചൊല്ലുന്നില്ല. അപ്പോൾ ഈ പരിപാടി പുള്ളിക്ക് അത്ര നല്ല അടിപൊളിയായിട്ട് തോന്നിയില്ല. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു, പുള്ളി കൊണ്ടുപോയി ഇതിനെതിരെ ഇത് നിയമസഭയിൽ ഉന്നയിച്ചു. വലിയ കോലാഹലമായി ഈ കുട്ടികളെ സ്കൂളിൽ നിന്ന് പുറത്താക്കി. ഇതിനെതിരെ ഹൈക്കോടതിയിൽ കുട്ടികളുടെ രക്ഷിതാക്കൾ പരാതി ഫയൽ ചെയ്തു, കേസ് ഫയൽ ചെയ്തു. ഹൈക്കോടതി എന്നത്തെയും പോലെ തന്നെ, അതായത് കേരള ഹൈക്കോടതി ആയതുകൊണ്ട് തന്നെ എന്നത്തെയും പോലെ തന്നെ ഹൈക്കോടതി ഒരു കുഴപ്പമില്ല, അവരെ പുറത്താക്കിയത് നന്നായിരുന്നു. പക്ഷേ ഇവർ നേരെ സുപ്രീം കോടതിയിൽ പോയി. സംഭവം നേരിട്ട് തന്നെ സുപ്രീം കോടതിയിൽ പോകുമായിരുന്നു. കാരണം എന്താ, ആർട്ടിക്കിൾ 32 ഇത് ഉപയോഗിച്ചിട്ട്. പക്ഷേ ഈ ഹൈക്കോടതി ഇതാക്കിയപ്പം നേരെ സുപ്രീം കോടതിയിൽ പോയി. ആ കേസ് നമ്പറാണ് ഞാനിപ്പോൾ പറഞ്ഞത്. സുപ്രീം കോടതി ഒരു മാരക വിധി പ്രസ്താവന ഇറക്കി. മാരക വിധി പ്രസ്താവന എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. അതൊന്ന് വായിച്ചു നോക്കണം. ഇപ്പോൾ നമ്മളിപ്പോൾ അടുത്ത് DY ചന്ദ്രചൂഡിൻ്റെ ഇതൊക്കെ വായിക്കാറില്ലേ, അതേപോലൊരു സാധനം. അടിപൊളിയൊരു വിധി പ്രസ്താവന ഇറക്കി. അതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആർട്ടിക്കിൾ 19(1) ആർട്ടിക്കിൾ 25 ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു റീഡിംഗ് ആണ് ആ വിധിയിൽ പറയുന്നത്. ആർട്ടിക്കിൾ 19(1) എന്താ പറയുന്നത്, റൈറ്റ് ഓഫ് എ പേഴ്സൺ, അതായത് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനുള്ള റൈറ്റാണ്. ഒരു മനുഷ്യന് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനുള്ള റൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, സ്പീച്ച് ആൻഡ് എക്സ്പ്രഷനുള്ള റൈറ്റ് എന്ന് പറയുന്നത് ഇൻഹെറൻ്റ്ലി ഇറ്റ് ഇൻക്ലൂഡ്സ് ദ റൈറ്റ് ടു റിമെയിൻ സൈലൻറ്റ്. അതായത് എനിക്ക് സംസാരിക്കാനുള്ള അവകാശം എന്നുള്ളത് പറയുന്നത് പോലെ തന്നെ എനിക്ക് മിണ്ടാതിരിക്കാനുള്ള അവകാശമുണ്ട്. എന്നെ ആർക്കും സംസാരിപ്പിക്കാൻ പറ്റില്ല. എന്നെ ആർക്കും എന്തെങ്കിലും ഒന്ന് നീ ഇത് പറയണം എന്ന് പറയാൻ പറ്റില്ല. അതാണ് ആർട്ടിക്കിൾ 19(1). ആർട്ടിക്കിൾ 25 എന്താ, റിലീജിയസ് റൈറ്റാണ്. അതായത് ഏതൊരു വ്യക്തിക്കും റൈറ്റ് ടു പ്രൊഫസ് ദ റിലീജിയൻ ഓഫ് ഹിസ് കോൺഷ്യൻസ്. മനസാക്ഷിക്ക് നിരക്കുന്ന, അതായത് അദ്ദേഹത്തിൻ്റെ മനസാക്ഷിക്ക് ഇതാവുന്ന ഏതൊരു ഇതും എന്താ പറയുക വിശ്വാസവും ഉണ്ടായിരിക്കാൻ അത് അയാൾക്ക് അധികാരമുണ്ട്. അതാണ് ആർട്ടിക്കിൾ 25 പറയുന്നത്. ഈ 2 ആർട്ടിക്കിളുകളുടെ വെളിച്ചത്തിൽ എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ, സുപ്രീം കോടതി എന്ത് പറഞ്ഞെന്ന് വെച്ചാൽ, ഈ കുട്ടികളെ പുറത്താക്കിയത് ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, കുട്ടികളെ റെസ്പെക്റ്റ് ചെയ്തില്ല എന്ന് പറയാൻ പറ്റില്ല. കുട്ടികൾ എണീറ്റ് നിന്നു, പക്ഷേ അവർ ഈ ദേശീയഗാനമായിട്ട് ചൊല്ലിയില്ല എന്നുള്ളത് രണ്ടാമത്തെ കഥ. അതിനൊരു കാരണം സുപ്രീം കോടതി പറഞ്ഞു. അതായത് ചിന്നപ്പറെഡ്ഡി ചിന്നപ്പറെഡ്ഡി ആയിരുന്നു ഇത് ഈ വിധി എഴുതിയ ജഡ്ജി. അതായത് മൂന്നംഗ ബെഞ്ചായിരുന്നു എന്ന് തോന്നുന്നു. അപ്പോൾ ജസ്റ്റിസ് OC റെഡ്ഡിയാണ് ഇതിന് എഴുതിയത്. അപ്പോൾ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഇന്ത്യയിൽ മാത്രമല്ല യഹോവ വിറ്റ്നസ്സുകൾ ഇങ്ങനെ, ബ്രിട്ടനിലും യഹോവ വിറ്റ്നസ്സുകൾ ഇങ്ങനെയാണ്. അവരുടെ ഈ ഒരു കാര്യത്തിന് വേണ്ടി വേറെ ഒന്നിനും നിൽക്കില്ല. വേറൊരു റിച്വൽസിലും അവർ ഇൻ്റലിജൻ്റ് ആവില്ല. US-ലും അങ്ങനെ തന്നെ. അപ്പം ഇവിടെ മാത്രം അവർക്ക് റെസ്പെക്റ്റ് ഇല്ല എന്ന് പറയരുത്, റെസ്പെക്റ്റ് ഇല്ല എന്നും പറയരുത്. അവർ എണീറ്റ് നിന്നു ഈ ഇതിന്. അതിൽ കൂടുതൽ റെസ്പെക്റ്റൊന്നും ഈ പറഞ്ഞ പോലെ അടിച്ചേൽപ്പിക്കേണ്ട ആവശ്യമില്ല. ഈ വിധി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സിനിമാ ഹാളുകളിൽ ഇത് ദേശീയഗാനം ചൊല്ലുമ്പോൾ എണീറ്റ് നിൽക്കാത്തതിന് നല്ല അടി കിട്ടിയ ആൾക്കാരുണ്ട് ഇവിടെ. അപ്പോൾ സുപ്രീം കോടതി പറഞ്ഞാൽ എന്താ, ഒരു കുഴപ്പമില്ല, എല്ലാവരും എണീറ്റ് നിൽക്കണം. ഈ എണീറ്റ് നിൽക്കുക, ഒപ്പം പാടുക എന്നൊക്കെ പറയുന്നത് അത് റെസ്പെക്റ്റിൻ്റെ ഭാഗമല്ല. അത് എണീപ്പിച്ച് നിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഈ റെസ്പെക്റ്റൊക്കെ ഉണ്ടാക്കി തരണം. അത് ഈ അതായത് ചിന്നപ്പറെഡ്ഡിയുടെ ആ വിധി പ്രസ്താവത്തിലുണ്ട്. പക്ഷേ പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, അതാണ് നമ്മുടെ പൊളിറ്റിക്സിൻ്റെയും നമ്മുടെ രാജ്യത്തിലെ ജനറലായിട്ടുള്ള അവസ്ഥയുടെയും ഏറ്റവും വലിയ ഒരു ദൃഷ്ടാന്തം. അന്നത്തെ പ്രധാനമന്ത്രിയായ രാജീവ് ഗാന്ധി ഞെട്ടി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതായത് ഈ വിധിയിൽ രാജീവ് ഗാന്ധിക്ക് ഞെട്ടലുണ്ടായിരുന്നു. നമ്മുടെ അന്നത്തെ സോളിസിറ്റർ ജനറൽ K. പരാശരനായിരുന്നു എന്ന് തോന്നുന്നു, റിവ്യൂ ഹർജി കൊടുത്തു. സുപ്രീം കോടതി റിവ്യൂ ചെയ്യാനൊന്നും പറ്റില്ല പറഞ്ഞു.
അതൊന്ന് ആക്സെപ്റ്റ് ചെയ്തതിനു ശേഷം റിവ്യൂ ഒന്നും വരാതിരുന്നാണോന്നും എനിക്ക് ഓർമ്മയില്ല. എന്തായാലും പരാശരൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊന്നും പോരാഞ്ഞ് അന്നത്തെ ഒരു പാർലമെൻറ്റേറിയൻ മുഹമ്മദ് യൂനുസ് പുള്ളി ചിന്നപ്പ റെഡ്ഡിയുടെ രാജ്യസ്നേഹത്തെ പറ്റി ഭയങ്കരമായിട്ട് ഒരു കമൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. ഇയാൾ ഇന്ത്യനും അല്ല, ഇന്ത്യക്കാരനും അല്ല, ജഡ്ജിയും അല്ല. ഈ പ്രസ്താവത്തിനെതിരെ ആരോ ഒരാൾ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യും. അതായത് കോടതി ഇലക്ഷനാണല്ലോ, കോടതിയുടെ ഇതിനെ താഴ്ത്തിക്കെട്ടുന്ന ഒരു കാര്യമായിട്ട് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്യും. സുപ്രീം കോടതി അതിൽ എടുത്ത നിലപാട് വളരെ മോശപ്പെട്ട ഒരു നിലപാടാണ്. ആലോചിക്കണം, തൊട്ട് മുന്നേ OCR ഒരു കിടിലൻ വിധിപ്രസ്താവം ഇറക്കി. അതിനുശേഷം അതിൽ നിന്ന് ഉണ്ടായ ഒരു കാര്യത്തിൽ സുപ്രീം കോടതിയുടെ റെസ്പോൺസ് എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതത്ര കാര്യമായൊരു സംഭവമല്ല. അതായത് അങ്ങനെയല്ല, സുപ്രീം കോടതി പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഇത് ഫയൽ ചെയ്ത പ്രൊസീജിയറൽ എററായിരുന്നു സുപ്രീം കോടതിയുടെ പ്രശ്നം. ആ പ്രൊസീജിയറൽ എറർ പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതി ഇത് തള്ളുകയാണ് ഉണ്ടായത്. സുപ്രീം കോടതിക്ക് സ്വമേധയാ സുമോട്ടു കോഗ്നിസൻസ് എടുക്കാവുന്ന ഒരു സംഭവമാണിത്, ഇത് കോടതി ഇലക്ഷൻ. ഇപ്പോൾ അടുത്ത് ഹർഷ് മന്ദറിനെതിരെ സുപ്രീം കോടതി ഭയങ്കര ഒരു സുപ്രീം കോടതിയെ വിമർശിക്കാൻ പാടില്ല എന്നുള്ളതാണല്ലോ നമ്മുടെ ഇത്. സുപ്രീം കോടതിയുടെ അന്തസ്സിനെ ബാധിക്കുന്ന രീതിയിൽ ഹർഷ് മന്ദർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വളരെ എമിനൻ്റ് ആയിട്ടുള്ള ഒരു സാമൂഹ്യ പ്രവർത്തകനാണ്. അദ്ദേഹം കോടതിയുടെ അന്തസ്സിനെ ബാധിക്കുന്ന ഇതാണ് പ്രസംഗിച്ചതെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. സുപ്രീം കോടതി ആ പ്രസംഗം പോലും കേൾക്കാൻ നിന്നില്ല. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത എന്താണോ പറഞ്ഞത് അത് അതേപോലെ സുപ്രീം കോടതി ആക്സെപ്റ്റ് ചെയ്യണേ ചെയ്തത്. അപ്പോൾ നമ്മുടെ ഹർഷ് മന്ദറിൻ്റെ ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ദ സുപ്രീം കോർട്ട് ഇസ് കോൾഡ് സുപ്രീം ബിക്കോസ് ഇറ്റ്സ് എ ലാസ്റ്റ് റിസോർട്ട്. അതായത് ഒരു ഫൈനൽ കോർട്ടാണ്, നോട്ട് ബിക്കോസ് ഇറ്റ്സ് ഇൻഫാലിബിൾ. അല്ല, അത് പോട്ടെ. അപ്പോൾ നമ്മൾ ആ സംഭവത്തിലേക്ക് കടക്കണ്ട. ആർട്ടിക്കിൾ 50 എന്താ പറയുന്നത്? ജുഡീഷ്യറി ഷുഡ് ബി ഇൻസുലേറ്റഡ് ഫ്രം ദി എക്സിക്യൂട്ടീവ്. ഇല്ലെങ്കിൽ എന്താ, ഒരു ഫിയർ ഓർ ഫേവർ ഉണ്ടാവും. ഒന്നുകിൽ ഭയമായിരിക്കും എന്തെങ്കിലും ഒരു പോസിബിൾ റിപ്പർക്കഷന്, ഇപ്പോൾ ജസ്റ്റിസ് ലോയൊക്കെ, പിന്നെ അല്ലെങ്കിൽ ഒരു ഫേവർ, രാജ്യസഭാ സീറ്റ്, അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ. ഇനി ആർട്ടിക്കിൾ 51 എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 51 പറയുന്നത് ഇൻ്റർനാഷണൽ ഫോറം, അതായത് അന്താരാഷ്ട്ര സമാധാനത്തിന് വേണ്ടിയുള്ള ഏതൊരു നടപടിയും ഇന്ത്യ കൈക്കൊള്ളുന്നതായിരിക്കും. മാത്രമല്ല ഇന്ത്യ അന്താരാഷ്ട്ര കമ്മിറ്റ്മെൻറ്റ്സ്, ഇൻ്റർനാഷണൽ കമ്മിറ്റ്മെൻറ്റ്സിന് അല്ലെങ്കിൽ എന്താ പറയുക, അന്താരാഷ്ട്ര ഉടമ്പടികളെ ഇവയൊക്കെ ബഹുമാനിക്കുകയും ചെയ്യുന്നു. അപ്പോൾ പാർട്ട് 4 DPSP ഉള്ളത് 36 മുതൽ 51 വരെയുള്ള ഇത്രയും ആർട്ടിക്കിളുകളാണ്. 44 വരെ നമ്മൾ കണ്ടു. 44 യൂണിവേഴ്സൽ സിവിൽ കോഡായിരുന്നു. UCC, അതായത് ഏകീകൃത സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ്. ഞാൻ പറഞ്ഞാൽ യൂണിവേഴ്സൽ ആയി പോയിട്ടുണ്ടെങ്കിൽ അത് ശ്രദ്ധിക്കണം, അത് ക്ഷമിക്കണം. യൂണിഫോം സിവിൽ കോഡ് അഥവാ ഏകീകൃത സിവിൽ കോഡ് 45. ഇപ്പോൾ ഇറ്റ് റീഡ്സ് ആസ് പ്രൊവിഷൻ ഓഫ് ഏർലി ചൈൽഡ്ഹുഡ് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ടു ചിൽഡ്രൻ ബിലോ ദി ഏജ് ഓഫ് 6 years. 86 ഭരണഘടനാ ഭേദഗതി പ്രകാരം നമ്മളിപ്പോൾ ആർട്ടിക്കിൾ 21A 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നിർബന്ധിത സൗജന്യവുമായിട്ടുള്ള വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്. മുൻപ് ആർട്ടിക്കിൾ 45 ഇതുണ്ടായിരുന്നത്. ആർട്ടിക്കിൾ 46 സ്പെസിഫിക്കലി ഫോർ ദി ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ്സ് ആൻഡ് അതർ വീക്കർ സെക്ഷൻസ് അവരുടെ എഡ്യൂക്കേഷണൽ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റിന് അപ്ഹോൾഡ് ചെയ്യാൻ എപ്പോഴും ഗവൺമെൻറ്, അതായത് എപ്പോഴും സ്റ്റേറ്റ് ശ്രമിക്കണം. 47 ഡ്യൂട്ടി ഓഫ് ദ സ്റ്റേറ്റ് ടു ഇൻക്രീസ് ദി ലെവൽ ഓഫ് ന്യൂട്രീഷൻ, പിന്നെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആൻഡ് ടു ഇംപ്രൂവ് പബ്ലിക് ഹെൽത്ത്. 48 അഗ്രികൾച്ചർ, ഓർഗനൈസേഷൻ ഓഫ് അഗ്രികൾച്ചർ ആൻഡ് അനിമൽ ഹസ്ബൻഡറി. 48ൻ്റെ രണ്ടാം ഭാഗമാണ് പ്രൊട്ടക്ഷൻ ഓഫ് മിൽച്ച് അനിമൽസ്, അതായത് പ്രൊഹിബിഷൻ ഓഫ് സ്ലോട്ടർ ഓഫ് മിൽച്ച് അനിമൽസ്. പിന്നെ 48A വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 48A എന്തായിരുന്നു? പ്രൊട്ടക്ഷൻ ആൻഡ് ഇംപ്രൂവ്മെൻറ്റ് ഓഫ് അവർ എൻവയൺമെൻറ്റ് ആൻഡ് ദ സേഫ് ഗാർഡിങ് ഓഫ് അവർ ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. 1986 എൻവയൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ അടുത്ത് ഗവൺമെൻറ് മാർച്ച് 23 എൻവയൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റിൻ്റെ കരട് രേഖ പുറത്തിറക്കിയിട്ടുണ്ട്. അതൊന്ന് വായിക്കുന്നത് നല്ലതാണ്. കാരണം അത് വായിച്ചാൽ ഏകദേശം ഒരു തീരുമാനമാവും എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് എന്നുള്ളത് അപ്പോൾ മനസ്സിലാവും. 48A കഴിഞ്ഞ് 49 എന്താണ്? 49 ഓർമ്മയുണ്ടോ?
എന്താണ് മോണിമെൻറ്റ്സ്, നമ്മുടെ മോണിമെൻറ്റ്സ്, പിന്നെ പ്ലേസസ് ഓഫ് നാഷണൽ ഇൻട്രസ്റ്റ്, ഇവയുടെ കൺസർവേഷൻ, പ്രൊട്ടക്ഷൻ, ഇതൊക്കെയാണ് 49. 50 സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ആൻഡ് ദി എക്സിക്യൂട്ടീവ്, അതായത് ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് തമ്മിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് ഉണ്ടാവരുത് എന്നുള്ളതാണ്. 51 ഇൻ്റർനാഷണൽ പീസ് അല്ലെങ്കിൽ സ്റ്റെബിലിറ്റി, പിന്നെ നമ്മുടെ അന്താരാഷ്ട്ര ഉടമ്പടികളെ, ഇതിനെയൊക്കെ നമ്മൾ ബഹുമാനിക്കുന്നു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. ഏതൊക്കെ അമെൻമെൻറ്റുകളാണ് ഇതിൽ ഉണ്ടായിട്ടുള്ളത്, പിന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്, ഇതൊക്കെ അത്യാവശ്യം ബൈ ഹാർട്ടല്ല, ഓരോ ആർട്ടിക്കിളും എന്താ പറയുന്നത് നമുക്കറിയണം. കാരണം എന്താ വെച്ചാൽ ഇന്ത്യയിൽ തൊഴിലെടുക്കാനുള്ള അധികാരം അതൊരു ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല. പക്ഷെ അതേസമയം റൈറ്റ് ടു ഡിഗ്നിറ്റി അത് ആർട്ടിക്കിൾ 21 വരുന്നതാണ്. ആർട്ടിക്കിൾ 42 പറയുന്നത് എന്താ? പ്രൊവിഷൻ ഓഫ് ജസ്റ്റ് ആൻഡ് ഹ്യൂമെയിൻ കണ്ടീഷൻസ് ഓഫ് വർക്ക്, മെറ്റേണിറ്റി റിലീഫ്. അപ്പോൾ ഇതൊക്കെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റുകളാണ്, പക്ഷേ ഫണ്ടമെൻ്റൽ റൈറ്റ് അല്ല. നെവർദലെസ് ദ ഗവൺമെൻറ് ഷുഡ് വർക്ക് ടുവേർഡ്സ് ദിസ് എൻഡ്. ഗവൺമെൻറ് എന്ത് ചെയ്യുമ്പോഴും ഈ ഒരു ചില കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. നമ്മൾ അടുത്ത ഏതെങ്കിലും ഒരു ഡിസ്കഷനിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസോ അതല്ലെങ്കിൽ ആദ്യം നമ്മൾ എന്താ പറയുക, നമ്മുടെ പാർട്ട് 3 ഫണ്ടമെൻ്റൽ റൈറ്റ്സ് അടുത്ത ഏതെങ്കിലും ഡിസ്കഷനിൽ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരി.